10 വർഷത്തിനിടെ 5 നേതാക്കളാണ് വയനാട് കോൺഗ്രസിലെ ചേരിപ്പോരിനെ തുടർന്ന് ജീവനൊടുക്കിയത്. തുടർ മരണങ്ങളും തമ്മിലടിയും രൂക്ഷമായിട്ടും സംസ്ഥാന നേതൃത്വം കാര്യമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. വയനാട് സന്ദർശിക്കാനെത്തിയ പ്രിയങ്ക ഗാന്ധി ഇരകളുടെ വീട്ടിൽ സന്ദർശനം നടത്താൻ പോലും തയ്യാറായിട്ടില്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നാണ് ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് NM വിജയന്റെ കുടുംബം പറയുന്നത്. ഇന്ന് എൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണ്. എൻ്റെ മക്കളെങ്കിലും രക്ഷിക്കണമെന്ന് ആ മനുഷ്യൻ അണ്ടർലൈൻ ചെയ്തു വെച്ചിട്ട് ആ മനുഷ്യൻ്റെ ആത്മഹത്യക്കുറിപ്പിന് വില തരാത്ത കോൺഗ്രസ് ഇന്ന് എന്താണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് ചെയ്യുന്നത്? അപ്പച്ചൻ എന്താ പറഞ്ഞത്? 45 വർഷമായിട്ട് വിജയൻ എനിക്കറിയാം, വിജയൻ ഒരു പൈസയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൊടുത്തിട്ടില്ല എന്ന്. നാണമുണ്ടോ അയാൾക്ക് അത് പറയാൻ? മനസ്സാക്ഷിനെ തൊട്ടിട്ട് പറയാൻ പറ്റുമോ? ആ ഒരു 45 വർഷത്തെ സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അച്ഛനോട് എന്ത് ചതിയാണ് ചെയ്തത്? 1 രൂപ പോലും കോൺഗ്രസ് ഞങ്ങൾക്ക് ഔദാര്യം തന്നിട്ടില്ല. ഞങ്ങളുടെ പൈസ കോൺഗ്രസിന്റെ കയ്യിലാണ് കിടക്കുന്നത്. അതിനകത്തുനിന്ന് അവർ തുച്ഛമായിട്ട് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് തരാമെന്ന് പറഞ്ഞ ഒരു എമൗണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, ആ എഗ്രിമെന്റ് വരെ മുക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ കോൺഗ്രസിന്റെ നെറുകേട് എത്രത്തോളം ഉണ്ട്? NM വിജയന്റെ കുടുംബത്തിന്റെ വാദം ശരിവെക്കുന്നതാണ് ഇന്ന് പുറത്തുവന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഡിയോ. കോൺഗ്രസ് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിലെ അതൃപ്തി തിരുവഞ്ചൂർ വ്യക്തമാക്കുന്നു. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുകളി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണിയോടൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടക്കുന്നത് അത് പറഞ്ഞിട്ട് വാക്കും പറഞ്ഞ് ചിരിച്ചിട്ട് പോയവർക്ക് അതിനൊരു ബാധ്യതയില്ല. എല്ലാ സീമകളും ലംഘിച്ചുള്ള പ്രാദേശിക ഗ്രൂപ്പ് പോര് എതിരാളികൾക്ക് ഇതിനകം ആയുധമായി കഴിഞ്ഞു. NM വിജയന്റെ കുടുംബത്തിന് ഐക്യദാർഢ്യവുമായി CPIM സംസ്ഥാന നേതൃത്വം തന്നെ വയനാട്ടിലെത്തി. കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. തിരുവഞ്ചൂർ പോലും ഈ കൂളസംഘത്തിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരായി മനസ്സിൽ പ്രതിഷേധമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ്. MP ജോസിൻ്റെ ആത്മഹത്യ നടക്കുന്ന സമയത്ത് വയനാട്ടിലുണ്ടല്ലോ, ഡൽഹിയിൽ നിന്ന് വരേണ്ടതല്ലല്ലോ, അവിടെയൊന്ന് പോകണ്ടേ? അങ്ങനെയാണോ ഒരു കോൺഗ്രസ് കുടുംബത്തെ ഈ MP അടക്കം വിജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു കോൺഗ്രസ്സുകാരൻ്റെ മരണത്തോട് കാണിക്കേണ്ട മര്യാദ? നമുക്കൊപ്പം പ്രതിനിധികൾ ചേരുകയാണ്. AK അഭിലാഷും VS രഞ്ജിത്തും സാനിയോ മനോമിയും ദീപക് മോഹനുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. AK അഭിലാഷ്, ഗുഡ് ഈവനിങ്. NM വിജയന്റെ മരുമകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് അവരുടെ ഇന്നലത്തെ ആത്മഹത്യാ ശ്രമം, അതോടൊപ്പം കോൺഗ്രസ് കൊടുത്ത മറുപടി, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യാൻ കഴിയൂ, വിശാല മനസ്കത തുടങ്ങിയ പരാമർശങ്ങൾ വരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ആ കുടുംബം തിരിച്ചറിയുകയല്ലേ? ആ ഗ്രൂപ്പ് വഴക്ക് മൂലവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേടിലും ഉഴലുന്ന കോൺഗ്രസ് നേതൃത്വത്തെ തീർത്തും പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണമാണ്, തുടർച്ചയായുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ പത്മജയുടെ ഭാഗത്ത് വരുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് 45 വർഷം MD അപ്പച്ചനൊപ്പം നടന്ന വിജയനെ അവർ ചതിച്ചു. അതിനുശേഷം ഉടമ്പടി തയ്യാറാക്കി വീണ്ടും ആ കുടുംബത്തെ കൂടി ചതിക്കുന്ന ഒരു നിലയിലേക്കാണ് പാർട്ടി നേതൃത്വം പോകുന്നത്. അത്തരമൊരു പാർട്ടിയെ, കോൺഗ്രസ് പാർട്ടിയെ തങ്ങൾക്ക് വിശ്വാസമെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അവർ ഒരു വ്യക്തതക്കുറവും ഇല്ലാതെ പറഞ്ഞു വെക്കുന്നത്. കാരണം നിരവധി തവണ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു, T സിദ്ദിഖ് അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടു, ഉടമ്പടി തയ്യാറാക്കി. പക്ഷേ ആ ഉടമ്പടി പോലും പൂഴ്ത്തിവെക്കുന്ന നിലപാടിലേക്കാണ് അവർ പോയത്. സംസ്ഥാന നേതൃത്വത്തിന് പോലും ഈ തരത്തിൽ ഉടമ്പടി ഉണ്ടോ എന്നുള്ള കാര്യം പോലും വ്യക്തതയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നു. 3 കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. അതിൽ T സിദ്ദിഖ് പറയുന്ന 2 കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ പോലും 20 ലക്ഷം മാത്രമാണ് തങ്ങൾക്ക് കിട്ടിയത്. അതുപോലും വിജയൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് പത്മജ വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ 1 ലക്ഷത്തിലേറെ രൂപ ചെലവ് വന്നിരുന്നു. ആ തുക ചെലവഴിക്കാമെന്ന് അല്ലെങ്കിൽ നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ പണം നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലും മിംസ് ആശുപത്രിയിൽ നിന്ന് തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ ആശുപത്രിയിൽ തനിക്ക് പോകാൻ കഴിഞ്ഞത് മറ്റു നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ്. പക്ഷേ കോൺഗ്രസ് പ്രതിരോധത്തിലാകുമ്പോൾ മറുഭാഗത്ത് ശക്തമായി തന്നെ CPIM-ഉം BJP-യും
ഈ വിഷയം ഏറ്റെടുക്കുന്നു. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ട് എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. വി എസ് രഞ്ജിത്ത്, ഗുഡ് ഈവനിംഗ്. CPIM നേരിട്ട് സംസ്ഥാന തലത്തിൽ തന്നെ ഈ ഒരു വിഷയം കാര്യമായി തന്നെ എടുക്കാൻ തീരുമാനിച്ചതിന്റെ സൂചനകളിലെ നമ്മൾ ഇന്ന് കാണുന്നത്. പ്രിയങ്ക ഗാന്ധി അവിടെ ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുന്നത്, അതും CPIM-ന്, പ്രതിപക്ഷത്തിന്, CPIM-ന് അതുപോലെ തന്നെ BJP-ക്ക് ഒക്കെ ആയുധമാവുകയല്ലേ? തീർച്ചയായിട്ടും വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഭിന്നതകളും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളും ഒക്കെ മുതലെടുത്തുകൊണ്ട് വയനാട്ടിലെ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. നേരത്തെ NM വിജയന്റെ വിഷയം ഉണ്ടായപ്പോഴും ഇപ്പോൾ ജോസ് നെല്ലാടിന്റെ വിഷയം ഉണ്ടായപ്പോഴും ഒക്കെ കോൺഗ്രസിന്റെ വയനാട് നേതൃത്വം ഈ വിഷയത്തിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്നു. ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കൂടി ഇടപെടുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ നേരിട്ടെത്തുകയും NM വിജയന്റെ മരുമകളെയും ഒക്കെ സന്ദർശിക്കുകയും ചെയ്തു. ആ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസ് ആ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ആ കുടുംബത്തെ സഹായിക്കും, ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് MV ജയരാജൻ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് CPM ഒരു കോൺഗ്രസ് DCC ട്രഷററുടെ കുടുംബത്തെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. അതേസമയം തന്നെ വയനാടിന്റെ MP-യും AICC-യുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി സ്ഥലത്തുണ്ടായിരുന്നിട്ടും ആ ജോസ് നെല്ലാടിന്റെ വീട്ടിലോ NM വിജയന്റെ കുടുംബത്തിന് പരാതി കേൾക്കാനോ ഒന്നും തയ്യാറായില്ല എന്നുള്ളതും വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ പ്രിയങ്ക ഗാന്ധി CPM ഉന്നയിക്കുന്നുണ്ട്.